കർത്താവായ യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹം. ഇന്ന് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദൂതന്റെ തലക്കെട്ട് anointed for the assignment. ആമുഖമായി ചില കാര്യങ്ങൾ ഞാൻ പറയാം. കർത്താവ് വിളിച്ചു പറയുന്നു, ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യേശു വിളിച്ചു പറയുക, ജനത്തോട് വിളിച്ചു പറയുകയാണ്, എന്റെ അപ്പൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുക, യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുക. യെശയ്യാപ്രവാചക പുസ്തകം 60-ാം അധ്യായത്തിൽ നിന്ന് എഴുതിയിരിക്കുന്ന വാക്കുകളാണ് എടുത്തു പറയുന്നത്. The Lord has anointed me. അവിടെ നിൽക്കുമ്പോൾ ദൈവം എന്നെ അഭിഷേകം ചെയ്തത് എന്തിന് എന്ന് വിളിച്ചു പറയുന്ന ഭാഗമാണ് ലൂക്കോസിന്റെ പുസ്തകം 4-ാം അധ്യായം 18-19 വാക്യം. ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടത്, ദൈവം എന്നെ അഭിഷേകം ചെയ്തത് ഒരു അസൈൻമെന്റിനാണ്, ഒരു ദൗത്യത്തിന്. ഹല്ലേലൂയ. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. ആമേൻ. യേശു ആത്മാവിന്റെ ശക്തിയോട് ഗലീലയ്ക്ക് മടങ്ങി ചെന്നു. And Jesus returned in the power of the Spirit into Galilee and then went out of fame of him through all the region round about. Yes. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, എല്ലാവരും അവനെ പ്രശംസിച്ചു. ആത്മാവിന്റെ ശക്തിയോടെ താൻ ജനിച്ച് വളർന്ന എല്ലാവരും തിരിച്ചറിയുന്ന ആ പട്ടണത്തിലേക്ക് യേശു പോകുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം കൊണ്ട് വായിക്കാം. ജനമെല്ലാം സ്നാനമേറ്റ ശേഷം യേശുവും സ്നാനമേറ്റു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്നു. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. സ്നാന ശുശ്രൂഷകൾ നടക്കുകയാണ്. അനുസരണമുള്ള ഒരു മകൻ പുറത്ത് വരികയാണ്. സ്നാനപ്പെടേണ്ട ആവശ്യമില്ല. ആ ഭാഗങ്ങളെല്ലാം നമുക്ക് വളരെ സുപരിചിതമാണല്ലോ. യേശുവിന് സ്നാനപ്പെടേണ്ട ആവശ്യമില്ല. യേശുവിൽ പാപമില്ല. പക്ഷേ സകല നീതി നിവർത്തിക്കേണ്ടതിന്, അനുസരണമുള്ള മകനായി തീരേണ്ടതിന് പിതാവ് പറയുന്ന ആ മാനദണ്ഡങ്ങളിലൂടെ പോകുകയാണ്. സ്തോത്രം. സ്വർഗ്ഗം തുറക്കണമോ, ആത്മാവ് പകരപ്പെടണമോ, അഭിഷേകത്തിന്റെ ആഴം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കണമോ, ഇറ്റ്സ് എ പ്രോസസ്, ദെയർ ഈസ് എ വേ. ഹല്ലേലൂയ. അത് ബൈപാസ് ചെയ്യുവാൻ കഴിയുകയില്ല. അതിന് ഷോർട്ട് കട്ടുകളില്ല. സകല നീതി നിവർത്തിക്കേണ്ടതിന് വേണ്ടി എന്ത് ചെയ്തു? യേശു യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുകയാണ്. സ്വർഗ്ഗം തുറക്കുന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവായി യേശുവിന്റെ മേൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ നിന്ന് വലിയ മുഴക്കമുള്ള ശബ്ദമുണ്ടാക്കുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിന്നെ പരിശുദ്ധാത്മാവ് സ്തോത്രം യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു. 40 ദിനരാത്രങ്ങൾ സ്തോത്രം പിശാചിനെ വെല്ലി ദൈവവചനം എന്ന വാൾ ഉപയോഗിച്ച് പിശാചിന്റെ എല്ലാ പരിശോധനകളെയും പരീക്ഷകളെയും ജയിച്ച്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, ആത്മാവിന്റെ ശക്തിയോടെ യേശു തന്റെ പട്ടണത്തിലേക്ക് കടന്നു വരിക. ഇതൊരു പ്രവചന ശബ്ദമായി ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളിൽ ചെയ്തെടുക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച്, ആ നിറവ് പ്രാപിച്ച്, ആത്മാവിന്റെ നിറവ് പ്രാപിച്ച്, ചില യുദ്ധങ്ങളൊക്കെ ജയിച്ച്, പിശാചിനെ തോൽപ്പിച്ച് ഒരു ജയാളിയായി ആത്മാവിന്റെ ശക്തിയോടെ നാം ആയിരിക്കുന്ന പട്ടണത്തിലേക്ക്, നാം ആയിരിക്കുന്ന ദേശത്തിലേക്ക്, നാം ആയിരിക്കുന്ന ഭാരതത്തിലേക്ക് ഹല്ലേലൂയ ദൈവമേ അഭിഷേകം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ചലിച്ചു തുടങ്ങണം. ആ തീ നിങ്ങളിൽ ആളിക്കത്തുവാൻ ഇടയായിത്തീരും. ചില അഭിഷേക ഗണങ്ങൾ പുറത്തു വരുവാൻ കാലമായി, സമയമായി. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് സ്തോത്രം പതിവ് പോലെ പോയി ഒരു ചുരുളി കർത്താവിന്റെ കരങ്ങളിലേക്ക് എടുത്തു കൊടുത്തു. അതിന്റെ അർത്ഥം പതിവ് പോലെ പോകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു യേശു. സഭായോഗങ്ങൾ മുടക്കാതെ സമയത്തിന് മുമ്പേ അവിടെ വന്ന് തീക്ഷ്ണതയോടും ആഗ്രഹത്തോടും തീവ്രതയോടും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന ഒരു ഹൃദയമുള്ള യൗവനക്കാരനായിരുന്നു യേശു. 30-ാമത്തെ വയസ്സിൽ തന്റെ സമയമായ അഭിഷേകത്തിന്റെ എണ്ണ തന്റെ മേൽ വീണു. താൻ പിശാചിനെ ജയിച്ച് ആ തിരുവെഴുത്തുകൾ അങ്ങോട്ട് തുറക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം എന്ന ആ ഭാഗം താൻ കണ്ടെത്തുകയാണ്. ആ ഭാഗമാണ് നമുക്ക് വായിക്കുന്നത്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും, കുരുടന്മാർക്ക് കാഴ്ചയും പ്രഖ്യാപിപ്പാനും, പീഡിതരെ വിടുവിപ്പാനും, കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. ഹല്ലേലൂയ. സ്ഥലം കണ്ടു. ഹല്ലേലൂയ. പിന്നെ കർത്താവിന്റെ ഒരു പ്രസ്താവനയാണ് 21-ാമത്തെ വാക്യം. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എന്റെ ഈ വചനം കേൾവിയെങ്കിൽ സ്തോത്രം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വചനം യഹോവയുടെ ആത്മാവ് എന്റെ മേൽ വന്നിരിക്കുന്നു, അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന വചനം നിവൃത്തിയായി. കർത്താവിന് ഒരു സംശയമില്ലായിരുന്നു, യേശുവിന് ഒരു സംശയമില്ലായിരുന്നു. ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. പുതിയ നിയമത്തിന്റെ സ്തോത്രം വെളിപ്പാടിൽ നമ്മളെല്ലാം ആദ്യ ജാതന്മാരാണ്. ആദ്യ ജാതന്റെ പങ്കാണ് ഇരട്ടി പങ്ക്. ഒരു കുടുംബത്തിൽ ഒരു ആദ്യജാതനേ ഉള്ളൂ. അപ്പോൾ സ്തോത്രം, ആ ഓഹരി കിട്ടുന്ന, അഭിഷേകം കിട്ടുന്ന ഒരു വ്യക്തിക്കേ ഉള്ളൂ. പക്ഷേ യേശുവിന്റെ കുടുംബത്തിൽ, ഈ റോയൽ കുടുംബത്തിൽ, പിതാവാം ദൈവത്തിന്റെ കുടുംബത്തിൽ നാം എല്ലാം ആദിജാതന്മാരാണ്. ഹല്ലേലൂയ. ഇരട്ടി പങ്ക് അഭിഷേകത്തിന്റെ, അതിന്റെ അർത്ഥം ഇരട്ടി പങ്ക് അഭിഷേകം, ആദ്യജാതന്റെ അഭിഷേകം, അളവ് കൂടാതെ, അളവ് വെക്കാതെ നമ്മുടെ മേൽ പകരപ്പെടുന്ന ഇരട്ടി പങ്ക്. ഹല്ലേലൂയ. Somebody needs to say a double portion, a full portion, an immeasurable portion of anointing. ആദിജാതനായ യേശുവിന്റെ മേൽ വ്യാപരിച്ച തീ ആളി കത്തുകയാ. ഒരു കാറ്റ് തീ പടരുമ്പോൾ അത് ആളി കത്തുന്ന പോലെ ഈ തീ കത്തി പറയട്ടെ.
നിങ്ങൾ മൗനമായി ഇരിക്കരുത്, നിങ്ങൾ നിശ്ചലമായി ഇരിക്കരുത്, നിങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കണം. ജീവനുള്ളതെല്ലാം ചലിക്കട്ടെ എന്ന് ദൈവത്തിന്റെ പ്രമാണമാണ്, അത് മനുഷ്യന്റെ പ്രമാണമല്ല. നിങ്ങൾ ചലിച്ചാൽ ദേശങ്ങളെ കൈവശമാക്കുവാൻ, രാജ്യങ്ങളെ പിടിച്ചടക്കുവാൻ ഒരു നിയോഗമാണ്. ബിഗ് വിഷൻ. ചെറിയ ദർശനമാണ്, ചെറിയ കാഴ്ചപ്പാടാണെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് വന്ന് രണ്ട് വാക്കുകൾ രണ്ട് വചനമൊക്കെ പറഞ്ഞു പോയാൽ മതി. പക്ഷെ ഒരു വലിയ സൈന്യത്തിന്റെ ഭാഗമാണ്, ഒരു വലിയ മൂവ്മെന്റിന്റെ ഭാഗമാണ്, ഒരു വലിയ തത്വത്തിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. ചേർന്നൊഴുകുവാൻ നാം ഒന്ന് വിട്ടുകൊടുത്താൽ അത് അനുസരണമാണ്. അത് നിങ്ങളെ തേജസ്സിന്റെ മേൽ തേജസ്സിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. നിങ്ങൾ മസിൽ പിടിച്ചിരുന്നാൽ എവിടേക്കോ നിങ്ങൾ ലീക്കായി പോകും, എവിടേക്കോ തടസ്സപ്പെട്ടു പോകും. ഹല്ലേലൂയ. അത് വരരുത് എന്നൊരു അപ്പന്റെ ഹൃദയം ഹല്ലേലൂയ നിങ്ങളോട് സംസാരിക്കുന്ന വാദിക്കുന്ന ശബ്ദമായി നിങ്ങൾ അത് തിരിച്ചറിയണമേ. ഹല്ലേലൂയ. Let's flow with the Spirit of God. Hallelujah. യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവിന് വലിയ വ്യക്തമാണ്, അഭിഷേകം എന്റെ തലമേൽ വീണു. I am anointed. ചരിത്രം അറിയാവുന്നവർ വേദപണ്ഡിതന്മാർ പറയുന്നത് കർത്താവ് എവിടെ പോയാലും അത് പറഞ്ഞ് തന്റെ ശുശ്രൂഷകൾ ആരംഭിക്കുകയുള്ളൂ. യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. Because the Spirit of the Lord is upon me, I am anointed. തന്നെ ഓർപ്പിക്കുകയാണ്, ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. തന്റെ ജനത്തെ ഓർപ്പിക്കുകയാണ്, ഞാൻ എന്റെ ശക്തിയിലും കഴിവിലും ബുദ്ധിയിലുമല്ല. I am under the anointing. ഈ അഭിഷേകം എന്താണ്? അഭിഷേകം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ശക്തിയുമാണ്. നമുക്ക് ചെയ്യുവാൻ കഴിയാത്തതിനെ ചെയ്തെടുക്കുവാൻ, നമ്മളെ ഇനേബിൾ ചെയ്യുവാൻ, എക്യുപ്പ് ചെയ്യുവാൻ, എംപവർ ചെയ്യുവാൻ ദൈവത്തിന്റെ കഴിവാണ്, ശക്തിയാണ്. It's a supernatural divine enablement to do what we cannot do. That's the anointing. It's the presence and the power of the Holy Spirit. അഭിഷേകത്തിന് എന്ത് ചെയ്തെടുക്കുവാൻ കഴിയും? യേശുപ്രവാചക പുസ്തകം 10:77 സുപരിതമായ ഭാഗങ്ങളാണ്. യേശു നിന്ന് ദൈവമെന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഒരു വലിയ വെളിപ്പാട് മറന്നു കിടക്കുകയാണ്, ഒരു വലിയ ബോധ്യമാണ്. I'm anointed, I'm anointed, I'm anointed എന്ന് പറഞ്ഞു നടക്കുവാനല്ല. This anointing is for an assignment. ഒരു ദൗത്യത്തിന് വേണ്ടിയാണ്. ദൈവം ഒരു കാര്യം ചെയ്തെടുക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന what is your assignment? കർത്താവിന് വളരെ വ്യക്തമായിരുന്നു what is his assignment. അതാണ് നസ്രീൻ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ the king's manifesto, the kingdom manifesto എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 4:18-19 വാക്യത്തിൽ സംക്ഷിപ്തമായി യെശയ്യാപ്രവാചക പുസ്തകം 60 നിന്ന് നീണ്ടിരിക്കുന്നതിനെ ഒന്ന് കൺസൈസ് ആയി സംക്ഷിപ്തമായി എടുത്തു പറയുന്ന ഒരു ഭാഗം. Anointing is for a purpose. I'm anointed for the assignment. So what is your assignment? നമ്മുടെ അസൈൻമെന്റ് എന്താണ്? എന്താണ് നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം? അത് തിരിച്ചറിയുമ്പോഴാണ് അഭിഷേകത്തിന്റെ ആഴം നമ്മളെ വെളിപ്പെടുന്നത്. അഭിഷേകം കത്തുവാൻ തുടങ്ങും, അഭിഷേകം ജ്വലിക്കുവാൻ തുടങ്ങും. നമ്മുടെ അസൈൻമെന്റിനെ കുറിച്ചുള്ള ബോധ്യത്താൽ നാം പിടിക്കപ്പെടുകയായിരുന്നു. യേശു പിടിക്കപ്പെടും. ഹല്ലേലൂയ. യേശു തന്റെ അസൈൻമെന്റിനാൽ, തന്റെ ദൗത്യത്താൽ, തന്റെ ഉദ്ദേശത്താൽ, the purpose, he was caught with the purpose. The Lord has anointed me for the assignment, for a divine purpose. യെശയ്യാപ്രവാചക പുസ്തകം 10:27 വാക്യം. അവന്റെ ചുമട് അഭിഷേകം വെളിപ്പെടുന്ന നാൾ. ഒന്ന് പറയാം, അഭിഷേകം വെളിപ്പെടുന്ന നാളിൽ. അഭിഷേകം വെളിപ്പെടുന്ന നാളിൽ എന്താ സംഭവിക്കുന്നത്? അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും, ചുമടുകൾ തോളിൽ നിന്നും, അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും, നുകങ്ങൾ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. അഭിഷേകം നിന്റെ മേൽ ക്രിയ ചെയ്യുമ്പോൾ, ഒരു അസൈൻമെന്റിനെ കുറിച്ചുള്ള ഒരു ബോധ്യത്താൽ നാം പിടിക്കപ്പെടുമ്പോൾ എന്താണ് ഈ അഭിഷേകം ചെയ്യുന്നത്? ചുമടുകളെ എടുത്തു കളയുന്ന, നുകങ്ങളെ അഴിച്ചു കളയുന്ന അഭിഷേകം നിമിത്തം നുകം തകർന്നു പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. പുഷ്ടി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്വന്തം മലയാളത്തിൽ പുഷ്ടി എങ്കിൽ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് the anointing shall destroy the yoke. അഭിഷേകം എന്ത് ചെയ്യും? നുകങ്ങളെ തകർത്തു കളയും. അഭിഷേകം എന്ത് ചെയ്യും? നുകങ്ങളെ മാറ്റിക്കളയും, നീക്കിക്കളയും എന്നല്ല, തകർത്തു കളയും, തകർത്തു കളയും. ലൂക്കോസിന്റെ സുവിശേഷം 4:18 വാക്യത്തിൽ 5 കാര്യങ്ങൾ എടുത്ത് കർത്താവ് പറയുക. സ്തോത്രം. എന്തിനായി അഭിഷേകം? എപ്പോഴാണ് ഈ അഭിഷേകം കത്തുന്നത്? എപ്പോഴാണ് ഈ അഭിഷേകം ഷാർപ്പാകുന്നത്? എപ്പോഴാണ് ഈ അഭിഷേകം ജ്വലിക്കുന്നത്? ആരെങ്കിലും അവരുടെ അസൈൻമെന്റിനെ കുറിച്ച് പിടിക്കപ്പെടുമ്പോൾ, when somebody is caught with the seriousness of their assignment, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ കുറിച്ച് ആരെങ്കിലും പിടിക്കപ്പെടുമ്പോൾ ഈ അഭിഷേകം ഷൈൻ ചെയ്യാൻ തുടങ്ങും. ഈ അഭിഷേകം ഫയർ ആകും. ഈ അഭിഷേകം കത്തും. ഈ അഭിഷേകം വെളിപ്പെടും. ഈ അഭിഷേകം ജ്വലിക്കുവാൻ തുടങ്ങും. അപ്പോസ്തല പ്രവൃത്തികൾ 19 പൗലോസ് എഫെസസിൽ പോയപ്പോൾ അവിടെ ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ പരിശുദ്ധാത്മാ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയുള്ള അനുഭവമില്ല. ഉടനെ
പൗലോസ് ചെയ്യുന്നത് എന്താണ്? അവരോട് സുവിശേഷം പറയുന്നു, മാനസാന്തരത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവരെ ജലസ്നാനത്തിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ അപ്പോസ്തലനായ പൗലോസ് അവരുടെ മേൽ കൈവയ്ക്കുന്നു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് പകരപ്പെടുക. അവർ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങുന്നു. അവർ പ്രവചിക്കുവാൻ തുടങ്ങുന്നു. അവർ അഭിഷിക്ത ഗണങ്ങളായി, അഭിഷേകം പ്രാപിച്ച ശിഷ്യന്മാരായി അവര് പുറത്തു വരികയാണ്. 2 വർഷക്കാലം തിരനോസിന്റെ പാഠശാലയിൽ പൗലോസ് അവരെ തയ്യാറാക്കുകയാണ്. അവരുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തെ ഉപയോഗിക്കുവാൻ, അതിനെ തിരിച്ചറിയുവാൻ, അതിന്റെ ശക്തിയുടെ വീര്യം മനസ്സിലാക്കുവാൻ, അത് കൈകാര്യം ചെയ്യുവാൻ അവരെ അഭ്യസിപ്പിക്കുകയാണ്. ആ സഭയിൽ, എഫേസ്യ സഭയിൽ ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അഭിഷേകം പ്രാപിച്ചോ? പ്രാപിച്ചു. എന്തിനാ മക്കളെ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചത്? അവരുടെ അസൈൻമെന്റ് വ്യക്തമാണ്. നമ്മുടെ അസൈൻമെന്റ് വ്യക്തമാണോ? നമുക്ക് വേറെ പുതിയ അസൈൻമെന്റുകളൊന്നും ദൈവം തന്നിട്ടില്ല. പിതാവാം ദൈവം യേശുവിനെ കൊടുത്ത, ആദിജാതന് കൊടുത്ത ആ അസൈൻമെന്റ് തന്നെയാണ് നമ്മുടെ അസൈൻമെന്റ്. പുതിയ അസൈൻമെന്റുകൾ തപ്പി നാം പോകേണ്ട ആവശ്യമില്ല. കർത്താവ് തന്നെ 12 അപ്പോസ്തലന്മാരെ പരിശീലിച്ചപ്പോഴും അതേ അസൈൻമെന്റ്, അപ്പൻ കൊടുത്ത അസൈൻമെന്റ് തന്നെ. 70 പേരെ യേശു തനിക്ക് മുമ്പാകെ അയച്ചപ്പോഴും അതേ അസൈൻമെന്റ് തന്നെ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ആ മഹാനിയോഗം ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തപ്പോഴും അസൈൻമെന്റിന് മാറ്റമില്ല. അസൈൻമെന്റ് ഇസ് ദ സെയിം. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാണ്. കർത്താവ് പറഞ്ഞു, ഈ 5 അസൈൻമെന്റ് എന്തിനാണ് ഈ അഭിഷേകം? വാട്ട് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പർപ്പസ് ഓഫ് ദി അനോയിന്റിംഗ്? ദരിദ്രന്മാരോട് അല്ലെങ്കിൽ സുവിശേഷം അറിയാത്ത ജനത്തോട് സത്വർത്തമാനം, സുവിശേഷം, പിശാചിന്റെ കെട്ടിൽ കിടക്കുന്ന, രാജ്യത്തിൽ കിടക്കുന്ന ആ ജനത്തെ പിതാവിന്റെ സ്നേഹത്തിലേക്ക്, നിത്യജീവന്റെ അവകാശികളായി സ്വർഗരാജ്യത്തിന്റെ ഭാഗമാക്കി തീർക്കുവാൻ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം എന്നെ നമ്മുടെ അസൈൻമെന്റിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മളെ കയറി പിടിച്ചാൽ, ആ എരിവ് നമ്മളെ തിന്നു കളഞ്ഞാൽ, നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകം അത് ജ്വലിക്കുവാൻ തുടങ്ങും. അതിന് നിറങ്ങൾ വന്നു തുടങ്ങും. അതിന്റെ മഹത്വം വെളിപ്പെടുവാൻ തുടങ്ങും. Hallelujah. When you begin to realize your anointing, when you begin to recognize your anointing, when you begin to steward and use your anointing, knowing that this anointing is for an assignment, then this anointing will begin to manifest. Hallelujah. This anointing will begin to sharpen. Hallelujah. This anointing will begin to shine forth. Amen. Amen. Hallelujah. Wow, 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 hallelujah. രണ്ടാമത് ഹല്ലേലൂയ, ബദ്ധന്മാർക്ക് ബന്ധനത്തിലായിരിക്കുന്നു, പിശാച് ബന്ധിച്ച് മുടിച്ച് കാരാഗ്രഹത്തിലാക്കിയിരിക്കുന്ന ആസക്തികളിൽ, പാപത്തിന്റെ ആസക്തികളിൽ, പൈശാചിക ബന്ധനത്തിൽ, അത് രോഗമായിക്കോട്ടെ, മാനസിക ബന്ധനമായിക്കോട്ടെ, എന്ത് ബന്ധനമായിക്കോട്ടെ, ബന്ധനത്തിൽ കിടക്കുന്നവരെ നമ്മുടെ മിഷനെ കുറിച്ചൊരു ബോധ്യം നമുക്ക് വേണം. എന്തിനാണ് ഈ അഭിഷേകം? ബന്ധനത്തിൽ കിടക്കുന്ന ജനത്തെ വിടുവിക്കുവാൻ. നിന്റെ ഹൃദയത്തിൽ ഒരു തീവ്രത ഉണ്ടെങ്കിൽ, നീ ഭവനങ്ങൾ കയറി നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിനക്ക് കിട്ടുന്ന അവസരങ്ങളെ നീ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ സുവിശേഷവുമായി നീ ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിന്നെ ഇങ്ങോട്ട് വിളിച്ച് ഹല്ലേലൂയ ഇങ്ങോട്ട് വാ എന്ന് പറയാതെ ഈ സുവിശേഷമായി യേശു സമാരിയയിലേക്ക് ഓടിയതുപോലെ, ഹല്ലേലൂയ, ആരും ഹല്ലേലൂയ മീറ്റിംഗ് നിനക്ക് ഒരുക്കിയില്ല യേശുവിന് വേണ്ടി. അഭിഷേകം യേശുവിനെ അങ്ങോട്ട് നയിച്ചു. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുവിനോട് പോകേണ്ട ആവശ്യമില്ല. തന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ ആ അസൈൻമെന്റ് യഹൂദിയിൽ നിന്ന് ഗലീലയിലേക്ക് പോകുന്ന വഴിയിൽ സമാരിയയിൽ കൂടെ പോകേണ്ടത് ആവശ്യമാണ്. ആ ജനം ബന്ധനത്തിൽ കിടക്കുകയാണ്, സുവിശേഷം അറിയാതെ കിടക്കുകയാണ്, ഭാരപ്പെട്ട് നിരാശയിൽ കിടക്കുകയാണ്. ഒരു സഹോദരിയാണ് ദൈവം അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്ന. യേശുവേ, സമാരിയയിൽ വാ, ഇവിടെ ഞങ്ങൾ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചേക്കാം, ഇവിടെ എല്ലാം കൂട്ടിയേക്കാം, ഇങ്ങോട്ട് വന്ന് പ്രസംഗിക്കാം. ഇരുട്ടുള്ളിടത്തിലേക്ക്, പിശാച് ബന്ധിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക്, പൈശാചികൾ വാഴുന്ന സ്ഥലങ്ങളിലേക്ക്, അന്ധകാരത്തിന്റെ വ്യാപാരം നടക്കുന്ന സ്ഥലത്തേക്ക് അഭിഷേകം ഇടിച്ചു കയറും. ദൈവരാജ്യം ഇടിച്ചു കയറും. എവിടെയൊക്കെ പിശാച് വാഴുന്നുവോ, എവിടെയൊക്കെ പിശാച് തല ഉയർത്തി വെച്ചിരിക്കുന്നു, അഭിഷേകം എന്ത് ചെയ്യും? The anointing will invade territories. യേശു എന്താ ചെയ്തത്? സമാരിയയിലേക്ക്, പിശാച് വാണ ആ സ്ഥലത്തേക്ക്, മതത്തിന്റെ ഒരു നുകത്തിൻ കീഴിൽ ജനത്തെ ആക്കി വെച്ച്, നിങ്ങൾ അവിടെ ആരാധിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ആരാധിക്കുമെന്ന് പറഞ്ഞ് മതപരമായ നുകത്തിന് കീഴിൽ കിടന്ന ഒരു വ്യക്തിയെ സ്പർശിക്കുകയാണ്. തകർന്നവളായി, ഉപേക്ഷിക്കപ്പെട്ടവളായി, ജീവിതത്തിൽ പരാജയപ്പെട്ടവളായി, തന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം അറിയാതെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ദൈവരാജ്യം കയറി പിടിക്കുക. യേശു അങ്ങോട്ട് ഇടിച്ച് കയറുക. അവളോട് ചോദിക്കുക, നീ എനിക്കൊരു ഗ്ലാസ് വെള്ളം താ. വെള്ളത്തിന് ഉറവിടമുള്ളവൻ ചോദിക്കുക. വാതിലുകൾ ഇടിച്ച് തുറക്കുകയാ. ഒരു വ്യക്തി ഒരു ഗ്രാമത്തിന് വേണ്ടിയുള്ള ഒരു വാതിലായി. ഹല്ലേലൂയ. അതെ, അഭിഷേകം സുവിശേഷകന്റെ തീ, ഒരു സുവിശേഷ തീയായി യേശുവിന്റെ മേൽ കത്തിജ്വലിച്ച ഒരു സുവിശേഷകന്റെ തീ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകരപ്പെട്ടു. നിങ്ങൾ ആത്മാവിനെ 2 അന്യഭാഷകൾ പ്രാപിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ, ചങ്കുറ്റത്തോടെ വിളിച്ചു പറയാം, ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ജീവജലത്തിന്റെ ഉറവകൾ നിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകി ദൈവത്തിന്റെ കൃപാദാനമായ പ്രാർത്ഥനയുടെ ഭാഷ, ഈ അന്യഭാഷ നിന്റെ വായിലൂടെ ഒഴുകുന്നുണ്ടെങ്കിൽ അഭിഷേകത്തിന്റെ ഭാഷയാണ്.
ഹല്ലേലൂയ. അഭിഷേകത്തിൽ കത്തിജ്വലിക്കുന്ന വ്യക്തികളായി തീരണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അഭിഷേകത്തെ നിങ്ങൾ തുച്ഛീകരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി അഭിഷേകം പ്രവർത്തിക്കുകയില്ല. എന്ത് അഭിഷേകം? നോ 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 നോ. നിന്റെ മേൽ ഒരു അഭിഷേകം പകർന്നുണ്ടെങ്കിൽ ഇന്ന് നീ അത് തിരിച്ചറിഞ്ഞാൽ, നീ അതിന് വില കൊടുത്താൽ, നീ അതിനെ ഒന്ന് മാനിച്ചാൽ, നീ അതിനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്താൽ, നീ അതിനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്താൽ, നിന്റെ വായ കൊണ്ട് യേശു പറഞ്ഞതുപോലെ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അഭിഷേകത്തിന് ആഴമുണ്ട്, അതിനൊരു നീളമുണ്ട്, അതിനൊരു വ്യാപ്തിയുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ തിരിച്ചറിയുകയാണ്. തിരിച്ചറിഞ്ഞാലല്ലേ നിനക്ക് ജ്വലിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. തിരിച്ചറിഞ്ഞാലല്ലേ, until unless you know that there is an anointing, how can you stir up that anointing? പക്ഷെ നിനക്ക് ദൗത്യബോധ്യമില്ലെങ്കിൽ, നിന്റെ അസൈൻമെന്റിനെ കുറിച്ചുള്ള ഒരു എരിവില്ലെങ്കിൽ, ഒരു ബോധ്യമില്ലെങ്കിൽ, അഭിഷേകം എന്ത് ചെയ്യും? നിന്റെ മേൽ പകരപ്പെട്ട ആ അഭിഷേകം ഒരു താലന്ത് കുറിച്ചിട്ട വ്യക്തിയെ പോലെ നീ ആയിത്തീരും. നിന്റെ അഭിഷേകം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതെ വരും. പിന്നെ ഒരു മീറ്റിംഗിൽ നിന്ന് വേറെ മീറ്റിംഗിലേക്ക് ഓടി നടക്കുന്ന ഒരു വ്യക്തിയായി നീ തീരും. But the day you recognize that there is an anointing, I am anointed. നിങ്ങൾ അതൊന്ന് തിരിച്ചറിഞ്ഞ് പറയുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അഭിഷേകം ചെയ്തെങ്കിൽ യേശു പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ വില കൊടുക്കുവാൻ, ആ അഭിഷേകത്തിന്റെ വില കൊടുക്കുവാൻ, ആ ദൗത്യത്തിന്റെ വില കൊടുക്കുവാൻ ഞാൻ റെഡിയാണ് കർത്താവേ. I am ready for the assignment. I am ready for the purpose. I am ready. ഈ സഭയുടെ മേൽ ഹല്ലേലൂയ, there is a fire of evangelism. സമാരിയെ ഇടിച്ച് കയറിയതുപോലെ 11 സ്റ്റേറ്റുകളിലേക്ക് പാസ്റ്ററിനെ ദൈവം ഇടിച്ച് കയറ്റിയതുപോലെ കഴിഞ്ഞ 14 വർഷങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ അവിടെ ഒന്നും സഭകളില്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ആ സ്ഥലങ്ങളിലേക്കെല്ലാം അത് പാസ്റ്ററിന്റെ മേൽ ദൈവം ഏൽപ്പിച്ച അസൈൻമെന്റ് ആയതുകൊണ്ട് നീ ഗുജറാത്ത് ഇടിച്ചു കയറണം, രാജസ്ഥാൻ ഇടിച്ചു കയറണം, മധ്യപ്രദേശിൽ ഇടിച്ചു കയറണം, ഹല്ലേലൂയ, നോർത്ത് ഇന്ത്യയുടെ ഓരോ സ്ഥലങ്ങളിൽ ഇടിച്ചു കയറണം. പാസ്റ്ററിന്റെ മേൽ കിടക്കുന്നത് ഒരു വ്യക്തിയെ സുവിശേഷം പറഞ്ഞ് അവരെ രക്ഷിക്കപ്പെടുക മാത്രമല്ല, ഒരു അപ്പോസ്തലന്റെ ശുശ്രൂഷയുടെ ഹോൾമാർക്ക് ആ വ്യക്തി എവിടെ പോയാലും സഭകൾ സ്ഥാപിക്കും. That's why you call him an apostle. ഒരു അപ്പോസ്തലിക അഭിഷേകത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ അടയാളം എന്താണ്? ശരിച്ചാൻ അസ്ഥി ഡോക്ടറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേബിൾ എഴുതി വെച്ചാൽ അസ്ഥി ഡോക്ടർ ആകെയില്ല. അസ്ഥി സംബന്ധമായ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയുള്ള വിഷയങ്ങളും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യുവാൻ എല്ലാം സക്സസ് ആകണമെന്നില്ല, എല്ലാം ചെയ്യാൻ അറിയണമെന്നൊന്നുമില്ല. ഹല്ലേലൂയ. പക്ഷെ തന്റെ മേഖല അതാണ്, അതിലാണ് താൻ പരിശീലനം പ്രാപിച്ചിരിക്കുന്നത്, മികവ് പ്രാപിച്ചിരിക്കുന്നത്. അറിയുന്ന എല്ലാവരും an orthopedician, Dr. Sherry an orthopedician എന്ന് പറയുമ്പോൾ സ്തോത്രം, there is something. അപ്പോൾ ഒരു അപ്പോസ്തലനാണെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രൈമറി സൈൻ ആണ് സഭകളെ സ്ഥാപിക്കുവാൻ. ഇല്ലാത്ത സ്ഥലങ്ങളിൽ സ്തോത്രം, ഹല്ലേലൂയ, ഒരു കർഷകൻ ഉഴുതി മറിച്ച് ഹല്ലേലൂയ ആ ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്ത് ഹല്ലേലൂയ ആരും ഒഴുക്കുകയില്ല. ഹല്ലേലൂയ. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ നീ ഒന്ന് തിരിച്ചറിഞ്ഞാൽ നീ ഇടിച്ചു കയറുന്ന ഒരു വ്യക്തിയാണ്.